ഹലോ, ഞാൻ ആശിഷ്. എന്നോട് സ്നേഹയുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാലിയിലെ ഉബുദിലാണ്. ഉബുദിലെ ഉബുദ് പാലസ് കാണാൻ വേണ്ടി വരാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ കാണാം, ഉബുദ് പാലസിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഉബുദ് പാലസ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് കൂടി കയറാമെന്നിരിക്കണം. ആ കാണുന്നതാണ് ഉബുദ് പാലസ്. നമുക്ക് ഞങ്ങൾ ഇറങ്ങാം. ഉബുദ് മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് ഉബുദ് പാലസ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് സരസ്വതി ടെമ്പിളും അല്ലെങ്കിൽ നമ്മൾ വാട്ടർ പാലസ് എന്ന് പറയുന്നതും എല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഇത് പാലസ് എന്ന് പറഞ്ഞാലും വളരെ വലിയൊരു കെട്ടിടങ്ങളൊന്നുമില്ല, വളരെ ഒരു ചെറിയ രീതിയിലാണ്. പിന്നെ ഇവിടെ ഈ മൂടി വെച്ചിരിക്കുന്നത് എല്ലാം എന്താണെന്നുള്ള കാര്യം നമ്മൾ വഴിയെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് മൊത്തം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇതുവരെ ഇവിടുത്തെ കലാമണ്ഡലമാണോ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വലിയ കെട്ടിടങ്ങളും അല്ലല്ലോ. പിന്നീടാണ് മനസ്സിലായത് ഇത് തന്നെയാണ് ഉബുദ് പാലസ് എന്നും. പകൽ ഇത് വളരെ വലിയൊരു ടൂറിസ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല. എന്ന് വെച്ചാൽ പിന്നെ ഉള്ളൊരു കാര്യം വെച്ചാൽ ഇവിടെ കിങ് ഇപ്പോഴും, അതായത് ഇവിടെ റൂളിങ് കിങ് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ ജീവിക്കുന്നു. അതായത് റോയൽ ഫാമിലി ഇതിൻ്റെ അകത്ത് തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും വിസിറ്റ് ചെയ്യാനുണ്ടാകുന്ന ഒരു ഹൈലൈറ്റ്. അല്ലാത്ത പക്ഷം വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇവരെ നമുക്ക് എന്താ പറയുക ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാതിരി വെച്ചിട്ടില്ല. പക്ഷെ നമുക്ക് പാലസും കാര്യങ്ങളെല്ലാം കാണാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇവിടെ കുറച്ച് 1-2 ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. അത് മാത്രമാണ് കൂടുതൽ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഇത് ഈ കാണുന്ന ഇത് എന്ന് വെച്ചാൽ പൗരാണികമായിട്ടും ഒന്നല്ല, ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് വരെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് റെഡ് മില്ലർ ബ്ലഡ് ഫിഗർ എന്നാണ് അതിൻ്റെ പേര്. അതുകൂടാതെ നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ടെന്ന്. അത് അങ്ങനെ വെച്ചാൽ കുറച്ച് ഡോറും അവരെ കുറച്ച് കവാടങ്ങളുണ്ട്. അതിൻ്റെ അവിടെയാണ് മെയിനായിട്ട് അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന മുകളിലേക്ക് കാണുന്നതെന്ന് വെച്ചാൽ കിങ് വന്നിരുന്ന്, അതായത് രാജാവ് വന്നിരുന്ന് പ്രജകളെ കാണുന്നത്. അതായത് മാർക്കറ്റാണ് തൊട്ടപ്പുറത്ത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് കാണാം. അപ്പം അങ്ങനെയാണ് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നേ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളോട് ഗൈഡ് പറഞ്ഞു തന്നില്ല. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇവിടെ കിങ് താമസിക്കുന്നത് കൊണ്ട്, റോയൽ ഫാമിലി താമസിക്കുന്നത് കൊണ്ട് അത് വല്ല ആചാര രീതിയിൽ വല്ലതും ചെയ്യണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫോട്ടോ എടുത്താലോ? ഇങ്ങനെ നീങ്ങ, വെള്ളത്തിൻ്റെ ഇത് ആ പൈപ്പ് കാണണ്ട. കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി വാ. യെസ്, അവിടെ നിന്നോ. So you have to following the what you call the statue space. ഈ കാണുന്നതാണ് റോയൽ ഫാമിലി താമസിക്കുന്ന സ്ഥലം. അവിടേക്ക് നമുക്ക് ആക്സസ് ഇല്ല. ഇതാണ് അവരുടെ മെയിൻ കോർട്ട്യാർഡ്. ജസ്റ്റ് ഇവിടെ വരെയാണ് നമുക്ക് വന്ന് കണ്ട് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടാകുന്നത്. കൂടാതെ അവിടെയുള്ള ഗൈഡ് ഈ നിൽക്കുന്ന ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഈ ഇരിക്കുന്നത് ദ്വാരപാലകാസ് ആണെന്ന്. അപ്പം നമ്മുടെ പുരാണങ്ങളിലും പറയുന്നുണ്ടല്ലോ ദ്വാരപാലകരെ കുറിച്ച്. പക്ഷെ അതിൽ നിന്ന് എൻ്റെയിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് ആൾ പറഞ്ഞു. They are negative spirit. The god need to transform themselves like a demonic face to scare them away. The same as what happening with the Vishnu god. Vishnu, when he lose his older brothers, and then he transformed himself to be like a Vishnu Murti. Murti, it means anger with the demonic face. So actually it's still. നല്ല തിരക്കായല്ലോ ഇവിടെ. നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ മുഖം മാറ്റി ഇരിക്കണ്ടല്ലോ. സൂക്ഷിച്ചു നോക്കാം ആരുടെ പോലെയാണ്. ഇവിടെ എല്ലായിടത്തും ഒരു ഓഫറിങ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അവരവിടെ ഇരുന്നോണ്ട് കേട്ടോ. ഇനി ഇരുന്നുള്ള അവർ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും പരിപാടിക്ക് വേണ്ടിയിട്ട്. അതേ ഒരു കുഞ്ഞു കൊച്ചിന്റെ ഡാൻസ്.
ആ കുട്ടിയുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കയറിയത് ഉബുദ് മാർക്കറ്റിലേക്കാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിന്നെയും ഉബുദ് പാലസിലേക്ക് പോകുന്നുണ്ട് ഗജക് ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന്. തലയിൽ പോവോ? ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ. ഈ ഉബുദ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വളരെയധികം ചീപ്പായിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് കിട്ടിയത് തീർത്ഥ ടെമ്പിൾ എന്നുള്ള സ്ഥലത്താണ്. അവിടെ വെച്ചാൽ സ്ട്രീറ്റ് ഫുള്ള് ആൾക്കാരുണ്ട്. അവർ കുറേയും കൂടി അവർക്ക് ബിസിനസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളെ അവർ കൂടുതൽ വിളിച്ച് നമ്മുടെ പുറകെ നടക്കുകയാണ്. ഇവിടെ ഉള്ളവർക്കൊന്നും അത് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത്. നമ്മൾ പ്രൈസിങ് ചോദിച്ചാൽ പോലും ഒരു ഭയങ്കര പ്രൈസും പറഞ്ഞിട്ട് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മളിവിടെ നിന്നും അങ്ങനെ വാങ്ങിച്ചില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇവിടെ മൊത്തം നടന്നൊന്ന് കണ്ട് നമ്മൾ തിരിച്ച് എന്താ പറയുക വൈകുന്നേരം ആ ഗജക് ഡാൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വന്ന് വില ചോദിക്കൽ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും, ഒന്നും മേടിക്കില്ലായിരിക്കും. ഒരു താല്പര്യമില്ലാണ്ടിരിക്കുന്ന മറ്റവിടെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. മറ്റടുത്ത് നമുക്ക് നോക്കാനേ പറ്റണ്ടായിരുന്നില്ല, എല്ലാവരും ഓടി ഒന്ന് പിടിക്കുമായിരുന്നു. ഞങ്ങൾ ഇവിടെ എല്ലാം കറങ്ങിയതിന് ശേഷം വൈകുന്നേരത്തെ ട്രഡീഷണൽ ഡാൻസ് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് ഉബുദ് പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ കച്ചക് ഡാൻസിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മാറിയെടുത്തത് ബറോങ് ഡാൻസിനാണ്. ഇതിന് വന്ന് 150,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ് ഒരാൾക്ക് വന്നത്. കച്ചക് ഡാൻസ് വേറെ മാറി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച് നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.